ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ അറയിലെ വരുന്ന കുറച്ച് മെത്തേഡുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന മെത്തേഡിൻ്റെ പേരാണ് കീസ് എന്ന മെത്തേഡ്. അപ്പോൾ കീ എന്ന മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. ഈ അറേക്ക് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെറ്റ് എന്ന് എഴുതിയിട്ടാണ് തുടങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ അറേൻ്റെ പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഈക്വൽ ടു. അതിനുശേഷം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം ഒരു വാല്യൂ ചേർത്തു, രണ്ടാമതൊരു വാല്യൂ ചേർത്തു, അതേപോലെ തന്നെ മൂന്നാമത് ഒരു വാല്യൂ ചേർത്തു. അങ്ങനെ എത്ര വാല്യൂസ് ആണോ വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് എന്തിനാണ് കീ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അറേയിലെ എല്ലാ ഇൻഡെക്സിൻ്റെയും കീ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ അറേ മെത്തേഡിലെ കീ എന്ന മെത്തേഡ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ലെറ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വേറൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. അതിനുശേഷം ഈക്വൽ ടു, എന്നിട്ട് നമ്മൾ അറേൻ്റെ പേര് മുകളിൽ ക്രിയേറ്റ് ചെയ്ത അറേൻ്റെ പേര് കൊടുക്കുക, ഡോട്ട് കീ എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ കീസ്, അതായത് നമ്മൾ മുകളിൽ കൊടുത്ത LTR ഇട്ടതിന് ശേഷം പ്ലസ് പുതിയ ലൈന് വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ബ്രേക്ക് എന്നും ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഓരോന്ന് 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വന്ന് ലെറ്റ് ഇട്ടതിന് ശേഷം നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, കീ എന്ന് ചേർത്ത് കൊടുത്തു, ഓഫ്. അതിനുശേഷം നമ്മൾ രണ്ടാമതിട്ട വേരിയബിളിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കൊടുത്തിരുന്ന ഈ കീ എന്നുള്ള വേരിയബിൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. കീ പുതിയ ലൈന് വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ബ്രേക്ക് എന്നും ചേർത്ത് കൊടുക്കുന്നു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബ്രേക്ക് എന്നും ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഓരോ വേരിയബിളിൻ്റെയും കീ വാല്യൂ ഏതാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അതായത് ഒന്നാമത്തേന് അമ്മു എന്ന ഇൻഡെക്സിൻ്റെ വാല്യൂ കീ വാല്യൂ 0യും, അതേപോലെ തന്നെ അനു എന്ന വാല്യൂവിൻ്റെ 1 എന്നും, അതേപോലെ രാജു എന്ന വാല്യൂവിന് 2 എന്നും നമുക്കിതിൻ്റെ കീ വാല്യൂ പ്രിന്റ് ചെയ്ത് വരും. അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇൻഡെക്സ് ഓഫ് എന്ന മെത്തേഡിൻ്റെ അതേപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. കൊടുക്കുന്ന ഇൻഡെക്സ് ഐറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനും പ്രിന്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് -1 എന്നുമായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ ലെറ്റ് എന്നത് മാറ്റി ഞാനിവിടെ വന്ന് വേരിയബിൾ എന്നെ ആക്കുന്നുണ്ട്. ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇതിനുള്ളിൽ മുമ്പുണ്ടായിരുന്ന പ്രോഗ്രാം ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. വേരിയബിളിൻ്റെ നെയിം നമ്മളിവിടെ വന്ന് റിസൾട്ട് എന്നും ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഇട്ടതിന് ശേഷം നമുക്ക് ഏതാണോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെർച്ച് ചെയ്യുന്നത് ആ വാല്യൂവിൻ്റെ പേരും നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ അക്ഷരമാണെങ്കിൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരമാണെങ്കിൽ ചെറിയ അക്ഷരവും അതേ രൂപത്തിൽ തന്നെ നോക്കി പ്രിന്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് റിസൾട്ട്, നമ്മുടെ അറേൻ്റെ നമ്മളവിടെ കൊടുത്ത രണ്ടാമത്തെ വേരിയബിളിൻ്റെ പേര് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ വന്ന് വാല്യൂ 1 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. കാരണം അനു എന്ന വാല്യൂ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ നമുക്ക് ഈ വാല്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ മറ്റൊരു വാല്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ, എക്സാമ്പിൾ 5 എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് -1 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. കാരണം അങ്ങനത്തെ ഒരു വാല്യൂ ഇതിൻ്റെ ഉള്ളിൽ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മാപ്പ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഒരു ഫംഗ്ഷൻ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാപ്പ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ആദ്യം തന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറേക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വാല്യൂ, അതായത് പോയിന്റ് വരുന്ന കുറച്ച് വാല്യൂസ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള വാല്യൂ എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒപ്പം പോയിന്റ് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മളൊരു പോയിന്റ് വരുന്നൊരു
വാല്യൂ വരുന്ന കുറച്ച് വാല്യൂസ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി പുതിയൊരു വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് നമ്മളിവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത അറേൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് മാപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. മാപ്പ് എന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റൗണ്ട് കാണേണ്ട ഫങ്ഷൻ ഇട്ട് കൊടുത്ത് മാപ്പ് ഡോട്ട് റൗണ്ട് ഇട്ടതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് അതിനുശേഷം നമുക്കിവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരിക. ഈ അറേൻ്റെ ഉള്ളത്തെ വാല്യൂസൊക്കെ റൗണ്ട് ചെയ്തിട്ട് ഏത് വാല്യൂ ആണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നത് അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മാപ്പ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ വരുന്ന മറ്റൊരു മെത്തേഡാണ് ഓഫ് എന്ന മെത്തേഡ്. അറയിലെ ഒരു വാല്യൂ നമ്പറിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഓഫ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. അധികമൊന്നും അതിൽ പ്രോഗ്രാം വരുന്നില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് അറേ ഇട്ടതിന് ശേഷം ഓഫ് ഇട്ടു. ഈ വാല്യൂ ഇവിടുന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂ എന്താണോ അറേൻ്റെ ഉള്ളിലത്തെ വാല്യൂ എന്താണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏതൊക്കെയാണോ വാല്യൂ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ അറേ ഓഫ് എന്ന് പറയുമ്പോൾ ആ അറേൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 4 മെത്തേഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ കീസ്, രണ്ടാമത്തത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്, അടുത്തത് മാപ്പ്, അതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഓഫ് എന്ന മെത്തേഡുകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.